ഹായ്, നമസ്തേ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് തൈര് സാധമായിട്ടാണ്. അതായത് നമ്മുടെ വൃദ്ധസമയത്തോ എപ്പോഴും നോൺ വെജ് കഴിച്ചിട്ട് മടുത്തിരിക്കുന്ന സമയത്ത് എന്തെങ്കിലും ഒരു വെജായിട്ടുള്ള സാധനം കഴിക്കാമെന്ന് മനസ്സിൽ തോന്നുമ്പോൾ ഈ ഒരു റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. തൈര് സാധം വളരെ ടേസ്റ്റുമാണ്. അതുമാത്രമല്ല, ഈ വൃദ്ധസമയത്ത് ഈ തൈര് സാധം ഉപയോഗിക്കുകയാണെങ്കിൽ അന്നത്തെ ഫുൾ ഡേ ഒരു നല്ല എനർജറ്റിക് ഫീൽ ചെയ്യും. അപ്പോൾ എങ്ങനെയാണെന്ന് നോക്കിയാലോ. 2 ഗ്ലാസ് പച്ചരി എടുത്ത് ഞാൻ സാധാരണ നമ്മൾ കഞ്ഞി വേവിക്കും പോലെ വേവിച്ചെടുക്കുകയാണ്. നന്നായിട്ട് വേവണം. എന്നിട്ട് ഞാൻ ഡ്രെയിൻ ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഡ്രെയിൻ ചെയ്ത ചോറിനെ വേറൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ട് 100 ഗ്രാം വെണ്ണ, ആ വെണ്ണയുടെ നേര് പകുതി എടുത്ത് ചോറിലേക്ക് തട്ടിയിട്ട് അതിനൊന്ന് നന്നായിട്ടൊന്ന് ഈ ചോറുമായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അതായത് ചോറ് നല്ല ഉടഞ്ഞ് നല്ല ഒരു ഉടഞ്ഞ പരുവത്തിൽ ഇരിക്കണം. അതായത് ചോറെന്നുള്ളത് മാറിയിട്ട് കുറച്ച് കുഴയണം. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഈ പാലാണ് ഒഴിക്കുന്നത്. പാസ്ചറൈസർ ചെയ്ത പാലാണ് ഇതിൽ ഞാൻ ഒഴിക്കുന്നത്. അതിന് പകരം തിളപ്പിച്ചാറിയ പാല് നമുക്ക് ഉപയോഗിക്കാം. ഇത് ഞാൻ ഏകദേശം ഒരു 3/4 കപ്പോളം പാലാണ് ഒഴിച്ചിട്ടുള്ളത്. ഇത് കഴിഞ്ഞ് ഈ ചോറിനെ വീണ്ടും നന്നായിട്ട് ഉടച്ച് എല്ലായിടത്തും വരത്തക്ക രീതിയിൽ മിക്സ് ചെയ്യുക. ഇനി ഞാൻ ഉപയോഗിക്കുന്നത് തൈരാണ്. തൈര് ഒരു 1/2 കപ്പിനും 3/4 കപ്പിനും ഇടയ്ക്കാണ് തൈര് എടുത്തിട്ടുള്ളത്. അതും കൂടെ ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്ത് എല്ലാ ഭാഗത്തും വരത്തക്ക വിധമാണ് മിക്സ് ചെയ്ത് വച്ചിട്ടുണ്ട്. ഇനി ഞാൻ നേര് പകുതി ഇരുന്നില്ലേ വെണ്ണ, അതിനെ ഞാൻ കടുക് വറുക്കാനായിട്ട് ഇടുകയാണ്. അപ്പോൾ ആദ്യം കടുക് ഇടുന്നതിന് മുന്നേ ഞാൻ ഉഴുന്നാണ് ഇട്ടത്. ഉഴുന്നിട്ട് അത് പൊട്ടി ഒരു ബ്രൗൺ കളർ ആവുമ്പോൾ ഞാൻ കടുക് കൂടെ ഇട്ട് മുളക്, കരിയാപ്പില ഇതെല്ലാം ഇട്ട് കടുക് വറുത്തതിന് ശേഷം നേരെ ഈ ചോറിലോട്ട് ഒഴിക്കുകയാണ്. ഒഴിച്ച് അതിനെയും നന്നായിട്ട് ഈ വെണ്ണയും കടുകും ഉഴുന്നും എല്ലാ ചോറിൻ്റെ എല്ലാ ഭാഗത്തും വരത്തക്ക രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. എടുക്കുമ്പോൾ നമുക്ക് സൂപ്പറായിട്ടുള്ളൊരു തൈര് സാധം. ഇത് ഞാൻ ഉണ്ടാക്കുന്നത് ഈ രീതിയിലാണ്. ഇത് ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇതിൻ്റെ കൂടെ ഞാൻ ഉപയോഗിക്കുന്നത് ഉള്ളി അച്ചാറാണ് കേട്ടോ.